ഗുഡ് ഈവനിങ്. നമുക്കിന്നൊരു സ്റ്റോക്ക് അനാലിസിസ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനപ്പെട്ട എല്ലാ ഇൻഡെക്സും നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റ് ഒരു ബിയർ മോഡ് ആയിരുന്നു. നിഫ്റ്റി 50, 500, 250 എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയെ കൂടുതൽ വീഴ്ചയിൽ നിന്നും താങ്ങി നിർത്തിയത് ഫാർമ, ഹെൽത്ത് കെയർ, IT, FMCG അൺചേഞ്ച്ഡ് ആയിരുന്നു. ഇനി കൂടുതൽ ലോസിലേക്ക് നിഫ്റ്റി തള്ളിവിട്ടത് ബാങ്കിങ് സെക്ടർ, അതുപോലെ തന്നെ മെറ്റൽ, മീഡിയ, ഫൈനാൻഷ്യൽ സർവീസ് സെക്ടർ ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മൾ എന്നും നോക്കുന്നത് കൊണ്ട് നമ്മൾ ചാർട്ട് ഫെമിലിയർ ആയിരിക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് വീണ്ടും ഒരു നെഗറ്റീവ് തന്നെയാണ് മാർക്കറ്റിൽ കാണാൻ ഇടയായിട്ടുള്ളത്. 0.56% ഇടിവാണ് നിഫ്റ്റി 50യിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ഒരു സപ്പോർട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു, അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു, നല്ലൊരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും മിഡ് ക്യാപ്പ് താഴോട്ട് പോയി. 0.6% ലോസാണ് മിഡ് ക്യാപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്തും ഇന്ന് കാര്യമായിട്ടുള്ള നേട്ടമൊന്നുമില്ലാതെ ലോസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 0.68% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ രാവിലെ നല്ല ഷൂട്ടപ്പ് ചെയ്തായിരുന്നു, പിന്നീട് പതുക്കെ ഇറങ്ങി ഇപ്പം 0.78% ഇടിവോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ചു. ബാങ്കിങ് സെക്ടർ, അതായത് നിഫ്റ്റി ബാങ്ക് നന്നായി ഇടിഞ്ഞ ദിവസമാണ്. 1.32% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആ ഒരു ഇടിവ് തന്നെയാണ് നിഫ്റ്റിയെ ഇന്ന് കൂടുതൽ താഴെ വലിച്ചിടാൻ കാരണം. നമുക്കിവിടെ കാണാം ഏകദേശം 49,700 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇപ്പം 52,000-ലാണ് നിഫ്റ്റി ബാങ്ക് ഉള്ളത്. ഈ ഒരു നിയർ സപ്പോർട്ട് എന്ന് പറയുന്നത് 51,700 ആ ഒരു ഏരിയയിൽ നിന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ചെറിയൊരു നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് കാണാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു റീസൺ ആയി കാണാം. 51,100 വരെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ 50,000-ന്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിഫ്റ്റി IT നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ 2 ദിവസത്തെ ഒരു അതായത് 2 ദിവസത്തെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ചെറുതായിട്ട് ഇന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. 0.25% നേട്ടത്തോടു കൂടിയാണ് നിഫ്റ്റി IT ക്ലോസ് ചെയ്തിരിക്കുന്നത്. IT ബുള്ളിഷ് സെക്ടറാണെന്ന് നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ഇനി നിഫ്റ്റി ഫാർമ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമയിൽ ഇന്ന് നല്ലൊരു ക്യാൻഡിലാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. 1.09% ഇന്നലെ നല്ലൊരു സെല്ലായിരുന്നു. അതിനുശേഷം ഇന്ന് നല്ലൊരു റിക്കവറി തന്നെയാണ് നമുക്ക് നിഫ്റ്റി ഫാർമയിൽ കാണാൻ പറ്റുന്നത്. FMCG പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ FMCGയിൽ അൺചേഞ്ച്ഡ് ആയിരുന്നു. ഇന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി, പിന്നെ അവിടെ നിന്ന് ഇന്നലത്തെ സെയിം ക്ലോസിങ്ങിലായിരുന്നു ഇന്നും ക്ലോസ് ചെയ്തിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് FMCGയിൽ നിന്ന് കണ്ടിട്ടില്ല. കാരണം അങ്ങനെയാണ് മാർക്കറ്റ്. ഏതെങ്കിലും ചില ഈ FMCG ഒക്കെ എപ്പോഴും ഡിഫെൻസീവ് സെക്ടറായിട്ട് നമുക്ക് കാണാം. കാരണം മറ്റുള്ള സെക്ടറിൽ നല്ലൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ FMCG അവിടെ നിന്ന് താങ്ങി നിർത്തും മാർക്കറ്റിനെ. നിഫ്റ്റി ഓട്ടോ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓട്ടോയിലും ഒരു 0.75% ഒരു വീഴ്ച തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഓട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു വീക്ക്നെസ് തുടരുകയാണ്. കണ്ടിന്യൂസ് ഇത് വീണ്ടും വീക്ക്നെസ് തുടർന്നു. അതിൻ്റെ ഒരു ലോ ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ലോ എന്ന് പറയുന്നത് 23,900. ഈ ഒരു റേഞ്ചും കൂടി ബ്രേക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു വീഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 0.4% ഒരു ഇടിവോട് കൂടിയാണ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ബുള്ളിഷ് സെൻറ്റിമെൻസിലുള്ള സെക്ടറാണ്. ഓൾമോസ്റ്റ് ഇതൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് കയറി പോകുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി. മെറ്റൽ സെക്ടറിൽ ഇടിവ് തുടരുകയാണ്. നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ ദിവസവും നല്ലൊരു ഫോളാണ്. ഇന്നലെ 1.63%, അതിന് മുമ്പത്തെ ദിവസം 1%-ൻ്റെ അടുത്ത്. ഇന്ന് 1.36% ഇടിവാണ് മെറ്റൽ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മെറ്റൽ സെക്ടറൊക്കെ ഒരു സൈഡ് വേയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിവിടെ 8,800 ഈ ഒരു റേഞ്ചൊക്കെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല. 0.10% നേരിയ ഒരു വർധനയോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ. ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.6% ഇടിവോട് കൂടിയാണ് ഡൗ ജോൺസ്. അതുപോലെ തന്നെ IT സെക്ടറിൽ ഇന്നലെ 0.4% ലോസാണ് ഇന്നലെ കാണാൻ പറ്റുന്നത് നാസ്ഡാക്കിൽ. ഫൈനാൻഷ്യൽ സർവീസിന് നേരത്തെ പറഞ്ഞു, ബാങ്കും ഫൈനാൻഷ്യൽ സർവീസൊക്കെയാണ് ഇന്ന് നന്നായി ഇടിഞ്ഞത്. 1.2% ഒരു ലോസാണ് നിഫ്റ്റി ഫൈനാൻസ് സർവീസ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. PSU ബാങ്കും നന്നായി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1.92%, 2% അടുത്ത് PSU ബാങ്കിൽ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. USD INR നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 84.9 ആണ്.
പിന്നെ നിഫ്റ്റി മീഡിയ ഇന്ന് കൂടുതൽ ഇടിഞ്ഞിട്ടുള്ള മറ്റൊരു സെക്ടറാണ്. 2.24% ഇടിവാണ് മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മീഡിയ പൊതുവെ ബിയർ സെന്റിമെന്റ്സിൽ തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത്. നമുക്ക് ചാർട്ട് നോക്കാം. 2021 ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈ ആണ് 2495, 2500 ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ 2021 റേഞ്ചാണ്. ഇപ്പോഴും നിഫ്റ്റി മീഡിയ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാം 1937 കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്തും കാണാത്തൊരു സെക്ടറാണ് നിഫ്റ്റി മീഡിയ. ഇന്നത്തെ FII ഡാറ്റ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലത്തെയാണ് പറയുന്നത്. 2706 കോടിയുടെ ബൈയിങ് ആയിരുന്നു DI. FIIയുടെ ഭാഗത്തു നിന്ന് 6409 കോടി ഇന്നലെ സെല് ചെയ്തിരുന്നു. ഇന്നലെ നമുക്കറിയാം നിഫ്റ്റി ഓൾമോസ്റ്റ് 1.3% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. ഇതിപ്പം FIയും DIയും സെല് ചെയ്യുന്ന നിഫ്റ്റിന്ന് മാത്രമല്ല, പക്ഷേ ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിഫ്റ്റി മാത്രമാണ് പരിശോധിച്ച് നോക്കാറ്. NSEയിലെ ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 719 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 1800 കമ്പനികളും ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നമുക്ക് കാണാം ഭൂരിഭാഗം കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റി 50യിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ നോക്കുകയാണെങ്കിൽ 17 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് രേഖപ്പെടുത്തിയപ്പോൾ 33 കമ്പനികൾ ഇന്ന് ലോസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്പനി ട്രെൻഡ് 2.48%. പിന്നെ ഫാർമ സെക്ടറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിപ്ല കാണാം 1.49% ഗെയിനാണ്. അതേപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ലാബ് 2.22% ഗെയിന്. പിന്നെ വിപ്രോ 1.21%, ബജാജ് ഓട്ടോ 0.69% നേട്ടം, സൺഫാർമയിൽ 0.67% നേട്ടം ഉണ്ടായിട്ടുണ്ട്. റിലയൻസ്, HCL ടെക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ടെക് മഹീന്ദ്ര, TCS ഇതൊക്കെയാണ് ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ. ഇനി ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. 3% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 2.5% ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പബ്ലിക് സെക്ടറിലെ എന്റർപ്രൈസസിൽ കൂടുതലും നമുക്ക് ലോസ് ആണ് കാണാൻ പറ്റിയിട്ടുള്ളത്. ഭാരത് ഇലക്ട്രോണിക്സ് ഇന്ന് 2.19% ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. NTPC 2.09% ഇടിവ്, JSW സ്റ്റീൽ 2% മുകളിലുള്ള ഇടിവ്, അദാനി പോർട്ട് 1.77%, കോൾ ഇന്ത്യ 1.76%, BPCL 1.6%. അത് പറഞ്ഞ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ നല്ലൊരു ഇടിവുണ്ടായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് 500 കമ്പനികളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 137 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ 359 കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. നിഫ്റ്റി 500ൽ ഏറ്റവും കൂടുതൽ ഗെയിൻ രേഖപ്പെടുത്തിയ കമ്പനി നോക്കുകയാണെങ്കിൽ ക്രാഫ്റ്റ്സ്മാൻ 11.1% പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ KFin ടെക്നോളജി 7.5% പോസിറ്റീവ് ആയിരുന്നു. പിന്നെ നമുക്കിവിടെ കാണാം KPR മില്ല്, അതുപോലെ തന്നെ ഈദ് പാരി, ഇതൊക്കെ 5% അടുത്തുള്ള ഗെയിൻ ഇന്ന് രേഖപ്പെടുത്തി. ഒക്കെ ഈ സ്റ്റോക്കൊക്കെ 52 വീക്ക് ഹൈയിൽ ആണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇനി ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി 500 കമ്പനിയിൽ ദീപക് ഫെർട്ടിലൈസേഴ്സ് ആണ് ആദ്യം കാണാൻ പറ്റുന്നത്. 6.64% ലോസാണ്. ഫിറമൽ എന്റർപ്രൈസ് അതുപോലെ തന്നെ 6.31% ലോസ് രേഖപ്പെടുത്തി. ഇന്ന് ഏതൊരു ബ്രോക്കിംഗ് സ്ഥാപനം ഇതിന് നെഗറ്റീവ്, അതായത് സെൽ കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. NMDC ഇന്ന് 6% ലോസ് രേഖപ്പെടുത്തി. കർണാടക ഗവൺമെന്റ് അയൺ ഓറിന് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുമെന്ന വാർത്തക്ക് പിന്നാലെയാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ഇനിയൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് റീറ്റെയിലർ ഫേവറേറ്റ് ആയിട്ടുള്ള വാട്ടക് വാബാഗ് എന്ന കമ്പനിയെ കുറിച്ചാണ്. ഇതിന്ന് 11% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. രാവിലെ ഇത് ഏകദേശം 19% ഡൗൺ വരെ പോയതാണ്, പിന്നീട് റിക്കവർ ചെയ്തു. ഇതിന് കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ 2700 കോടിയുടെ ഒരു ഓർഡർ സൗദിയിൽ നിന്ന് പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇത്. പിന്നീട് അടുത്ത 2 ആഴ്ചക്കകം പുതിയ ടെൻഡർ പ്രഖ്യാപിക്കുമെന്ന് സൗദി വാട്ടർ അതോറിറ്റി അറിയിച്ചതിന് പിന്നാലെയാണ് സ്റ്റോക്ക് റിക്കവറി നടത്തിയിട്ടുള്ളത്. ഫൈനാൻഷ്യൽ ഇയർ 25ൽ 16,000 കോടി ഓർഡർ ബുക്കാണ് കമ്പനി പ്രതീക്ഷിച്ചിരുന്നത്. 14,500 കോടി ഇതിനകം കൈവരിച്ചു. ഈ ഒരു നഷ്ടപ്പെട്ട ഒരു ഓർഡർ 2,100 കോടിയുടെ ഓർഡർ ഇവരുടെ ഈ ഫൈനാൻഷ്യൽ ഇയറിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വലിയൊരു തിരിച്ചടിയായി ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തമ്പനെയിലിൽ കാണിച്ചതുപോലെ ഇന്നൊരു സ്റ്റോക്ക് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ നമ്മൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതുണ്ടോ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയെ എങ്ങനെ പഠിച്ചെടുക്കുക എന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണുക. നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അത് 900 റേഞ്ചിലായിരുന്നു. ഓൾമോസ്റ്റ് 1 ഇയർ, അതായത് ഈ ഒരു റേഞ്ചിലാണ് നവംബർ 2023 ഈ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ട്. അവിടെ നിന്നും ഓൾമോസ്റ്റ് 100% മുകളിൽ ഒരു അപ്രീസിയേഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്തുകൊണ്ട് ഇത്രമാത്രം റാലി നടന്നു? അതിനുശേഷം ഈ കമ്പനി 2200 ടച്ച് ചെയ്തു. പിന്നീട് അവിടെ നിന്ന്
നല്ലൊരു ഒരു ഇടിവ് രേഖപ്പെടുത്തി. പിന്നീട് വീണ്ടും അതേപോലെ തിരിച്ചു കയറി സെയിം ഏരിയയിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും ചെറുതായിട്ടൊരു ഇടിവ് കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം ഈ കമ്പനിയുടെ കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം. നമുക്ക് ഇതിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 2013 2,900 കോടിയുള്ള സെയിൽസ് ആയിരുന്നു. 2,900 ഇപ്പം നിലവിൽ 10,000 മുകളിൽ 10,710 കോടിയുടെ സെയിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ എക്സ്പെൻഷ്യൽ ഗ്രോത്ത് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കാം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2021 4,000 കോടി ഉണ്ടായ സെയിൽസാണ് 10,710 ജമ്പ് ആയിട്ടുള്ളത്. ഈ ഒരു സെയിൽസ് ഗ്രോത്തും അതേപോലെ തന്നെ നമുക്കിവിടെ കാണാം 3 വർഷം കൊണ്ട് 31 CAGR സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 78% CAGR ഗ്രോത്ത് ആണ് 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്തും നല്ലൊരു പ്രോഫിറ്റബിൾ ഗ്രോത്തും ആണ്. ഇത് കമ്പനിയുടെ ചാർട്ടിൽ റിഫ്ലക്ട് ചെയ്യും. അതാണ് ഇത്രമാത്രം കമ്പനി കയറിപ്പോയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇപ്പം കമ്പനി നിലവിൽ ഓവർ വാല്യൂഡ് ആണോ, ഇത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇനി മുന്നോട്ട് എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്നൊക്കെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് 60% CAGR ഗ്രോത്ത് ആണ് ഇപ്പം നിലവിൽ നമുക്ക് നോക്കുമ്പോൾ. ലാസ്റ്റ് 3 വർഷം കൊണ്ട് 60% CAGR ആണ് വളർന്നിട്ടുള്ളത്. അത് ഓക്കെയാണ്. നമുക്ക് നോക്കുമ്പോൾ 3 വർഷം കൊണ്ട് 78%, ഇവിടെ 60% CAGR ഓക്കെയാണ്. എന്നാൽ ലാസ്റ്റ് ഇയറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 26% സെയിൽസ് ഗ്രോത്ത് ആണ് നടന്നിട്ടുള്ളത്. പിന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 66% ആണ്. പക്ഷേ സ്റ്റോക്ക് 117% ഗ്രോത്ത് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പം ഒരു 60% CAGR സ്റ്റോക്ക് വളരണമായിരുന്നു അല്ലേ. 3 ഇയറിൻ്റെ CAGR വെച്ചിട്ട് തന്നെ സ്റ്റോക്ക് വളരുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിരിക്കും. 117 ഇതിൻ്റെ ഏകദേശം ഡബിൾ ആയി. അപ്പം സ്റ്റോക്ക് അല്പം ഓവർ വാല്യൂ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് PE എടുത്ത് നോക്കാം. PEയിൽ 3 ഇയർ PE നോക്കുകയാണെങ്കിൽ 3 വർഷം മുമ്പ് 63 ആയിരുന്നു PE. ഇപ്പം നിലവിൽ 80 ആണ് PE ട്രേഡ് ചെയ്യുന്നത്. അപ്പം PEയിൽ വളരെ ഒരു ഉയർന്ന PE ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു മീഡിയം PE എന്ന് പറയുന്നത് ഇപ്പം 60ൻ്റെ അടുത്താണ്. പക്ഷേ 80-ലാണിപ്പോൾ അല്പം ഓവർ വാല്യൂ എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് 1 വർഷത്തെ ചാർട്ടാണ്. 1 വർഷം മുമ്പ് ഇതിൻ്റെ PE 58 ആയിരുന്നു. ഏകദേശം 60, നമ്മൾ പറഞ്ഞ ഒരു മീഡിയം PEയിലായിരുന്നു ഇത് ട്രേഡ് ചെയ്തിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ 80ലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് 4 ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള EPS ഗ്രോത്ത്, EPS സ്റ്റോക്ക് പ്രൈസ് നന്നായി കൂടി EPSനേക്കാളും കൂടുതലായതുകൊണ്ടാണല്ലോ PE വളരെ ഹൈയിൽ കിടക്കുന്നത്. അപ്പം നമുക്ക് കാണാൻ പറ്റും അല്പം ഓവർ വാല്യൂ ആയിട്ടാണ് ഇപ്പം നിലവിൽ കമ്പനി ഉള്ളത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 58 PEയിലൊക്കെ വരികയാണെങ്കിൽ കമ്പനി വീണ്ടും 58 PE ആ റേഞ്ച് 60 PEയിലൊക്കെ വരികയാണെങ്കിൽ ഒരു ഫെയർ വാല്യൂയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം PE 2040 ഇപ്പം ഏകദേശം 2040 നിലവിൽ ഇപ്പം പ്രൈസ് ഉള്ളത്. ഇവിടെ നമുക്ക് EPS നമുക്ക് കാണാൻ പറ്റും 25.58 ഡിവൈഡ് ബൈ 25.58. അപ്പോൾ ഏകദേശം 80 PEയിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ കമ്പനിയുടെ ഇപ്പം ഫെയർ വാല്യൂ നോക്കുകയാണെങ്കിൽ 60 PEയിലാണെങ്കിൽ ഓക്കെ, 60 × 25.58 ഒരു 1530 കിട്ടുകയാണെങ്കിൽ ഇതൊരു ഫെയർ വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇനിയിപ്പം അടുത്ത വർഷം കമ്പനിയിൽ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ 25.58 ആണ് ഇതിൻ്റെ EPS വളർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, ഇപ്പോൾ അടുത്ത വർഷം ഒരു 30 ആവുമെന്ന് കരുതാം EPS. അങ്ങനെ ആവുകയാണെങ്കിൽ സ്റ്റോക്കിൽ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, EPS 30ലേക്ക് വളരുകയാണെന്ന് കരുതുക. 2040 ഡിവൈഡ് ബൈ 30, അപ്പോൾ 68ലേക്ക് എത്തും PE. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ്. ഇനിയിപ്പം സ്റ്റോക്ക് പ്രൈസ് മൂവ് ആവാതെ കണ്ടിട്ട് കമ്പനി വളരണം, അപ്പോൾ നമുക്ക് ഇത് ഫെയർ വാല്യൂയിൽ കിട്ടും. അതല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇടിയണം, നന്നായി സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞ് ഇത് വളർച്ചയൊന്നുമില്ല പ്രൈസ് ഇടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അത് നമ്മുടെ വാല്യൂയിൽ കിട്ടും. ഈ ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക, അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് പ്രൈസ് ടു സെയിൽസ് എടുക്കുകയാണെങ്കിൽ പ്രൈസ് ടു സെയിൽസിൽ 1.4 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് ടു സെയിൽസ്. ഇപ്പം അത് 3.9 ഡബിൾ ആയിട്ടുണ്ട്. അപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് വളരെയധികം, അല്ലെങ്കിൽ ഇത് 1 വർഷത്തല്ല 5 വർഷത്തെയാണ്, സോറി. 1 വർഷം മുമ്പ് ഇതിൻ്റെ പ്രൈസ് ടു സെയിൽസ് 2.3 ആയിരുന്നു, ഇപ്പം അത് 4 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ കാര്യമായിട്ടുള്ള ഒരു വർധനവ് നമുക്ക് പ്രൈസിൽ, അതായത് സ്റ്റോക്ക് പ്രൈസിൽ നല്ലൊരു വർധനവ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ സ്റ്റോക്ക് പ്രൈസിലുള്ള വർധനവിൻ്റെ ആനുപാതികമായിട്ടുള്ള സെയിൽസ് ഇവിടെ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാലും ഈ കമ്പനി നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്താണ് ഇപ്പം കാണാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഈ ഒരു കറക്ഷൻ വരുന്നത്. എപ്പോഴും കമ്പനി ഈ ഒരു മൂവ്മെൻറ്റ് നോക്കൂ, ആദ്യം കിട്ടിയിട്ടുള്ള ഓരോ മൂവ്മെൻറ്റും കാര്യമായിട്ടുള്ള കറക്ഷൻ ഇല്ലാതെ പോയി. ഇവിടുന്ന് വലിയൊരു കറക്ഷൻ വരുന്നത് അതിൻ്റെ വാല്യുവേഷനാണ്. ഇവിടെ നിന്നൊക്കെ നല്ലൊരു വാല്യൂലായിരുന്നു കമ്പനി ട്രേഡ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം അതിൻ്റെ വാല്യുവേഷൻ ബേസാണ് ഇപ്പോൾ ഈ ഇത്രമാത്രം റിജക്ഷൻ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ താഴെ നിന്നും വാങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് കമ്പനിയിൽ, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ആണ്. വളരെ ഇപ്പം 900-ലൊക്കെ വാങ്ങിയ ഒരാൾക്ക് പേടിക്കാനുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ. 1500-ലൊക്കെ വരുമ്പോൾ വീണ്ടും ബയേഴ്സ് വരാൻ സാധ്യതയുണ്ട്. ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത്. ഇനി അവർ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന ക്വാർട്ടറിൽ റിസൾട്ടാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ഈ സെപ്റ്റംബർ റിസൾട്ട് വന്നപ്പോൾ 2276 കോടിയാണ് റിസൾട്ട് സെയിൽസ് വന്നിട്ടുള്ളത്. സെയിം ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 2023 1890 കോടിയായിരുന്നു. അവിടുന്ന് വർധനവ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ OPM സെയിം സ്റ്റേബിൾ ആയിട്ട് കാണാം. അല്ല, OPM-ൽ വലിയൊരു ഇടിവൊന്നും വരാത്തത് നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ EPS-ലുള്ള ഗ്രോത്ത് 4.68 ആണ് ഈ സെപ്റ്റംബറിൽ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 3.44 ആയിരുന്നു. അപ്പോൾ അത് വർധനവ് കാണാൻ പറ്റും. അത് ഓരോ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ വെച്ചിട്ട് നമ്മൾ നോക്കണം. തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിനേക്കാളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സെയിം ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് ഈ കമ്പനിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല റിസൾട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഇവിടുന്ന് വീണ്ടും കമ്പനി, അതായത് എങ്ങനെയാണ് ഇത് വളരാൻ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ EPS-ലുള്ള വളർച്ച ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുമല്ലേ. 5 ഇയർ നോക്കുമ്പോൾ EPS, ഇതാണ് EPS. ഈ കാണുന്ന ഓരോ ഇൻസ്റ്റാഗ്രാം അത് EPS ആണ്. അതിൽ EPS 16.19, പിന്നെ 18, ഇവിടെ ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ചാർട്ട് നമുക്ക് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ വർധനവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഇതിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ മതി. മാർക്കറ്റ് ക്യാപിറ്റൽ സെയിൽ നോക്കുകയാണെങ്കിൽ സെയിൽ ഇങ്ങനെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. തട്ടായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. ഇത് നിലനിൽക്കണം കമ്പനിയിൽ. EPS-ലുള്ള വർധനവും നിലനിൽക്കണം. അതേപോലെ തന്നെ സെയിൽസിലുള്ള വർധനവും നിലനിൽക്കുകയാണെങ്കിൽ എന്താവും, ഈ കാണുന്ന PE ഇപ്പം വളരെ ഹൈ PE-യിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. 80 PE അത് അബ്സോർബ് ആവും. ഒന്നുകിൽ പ്രൈസ് മൂവ് ആവും, അതല്ലെങ്കിൽ PE താഴോട്ട് വരും. അപ്പം പ്രൈസ് മൂവ് ആണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിലേക്ക് നമ്മൾ എത്തും. PE താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ബയേഴ്സ് വരും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകണം. ഇനി ഈ കമ്പനി കൊടുക്കുന്ന ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഇവിടെ കാണാം. കഴിഞ്ഞ വർഷം 35%, അതായത് 20.18 എന്നുള്ളത് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ ഞാൻ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലാഭമാണ് 20 രൂപ. 20.18 എന്നുള്ളത് എൻ്റെ ലാഭമാണ്. ഇതിൻ്റെ 35% കമ്പനി എനിക്ക് ഡിവിഡൻഡ് ആയിട്ട് തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ ടൈമിലും ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഡിവിഡൻഡ് പേ ഔട്ട് ഓരോ വർഷവും എത്ര പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുത്തതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷം 35%, അതിന് മുമ്പത്തെ വർഷം 29%, അതിന് മുമ്പ് 57%. ഈ 57% കൊടുത്തിരിക്കുന്നത് ഈ EPS-ൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. EPS-ൻ്റെ 35%ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ കമ്പനിയുടെ ലാഭം എന്താവും, റിസർവിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. ഡിവിഡൻഡ് കൊടുത്ത് ബാലൻസ് ഉള്ളത് റിസർവിൽ ആഡ് ചെയ്യും. ഇപ്പം 41 കോടിയുടെ ഷെയർസാണ്, ഇക്വിറ്റി ക്യാപിറ്റലാണ് കമ്പനിയിലുള്ളത്. അതിനകത്ത് 2692 കോടിയുടെ റിസർവ് കമ്പനിക്കുണ്ട്. ലോണ് ബോറോയിങ്സ് നോക്കുകയാണെങ്കിൽ 349 കോടിയാണുള്ളത്. അതൊരു സ്റ്റേബിൾ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ലോങ് ടൈം നോക്കുമ്പോൾ. ഇനി കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റിൽ ഗണ്യമായിട്ടുള്ള വർധന നമുക്ക് ഇവിടെ കാണാം. 2022-ൽ 433 കോടിയായിരുന്നു. ഇതാണ് ഫിക്സ്ഡ് അസറ്റ്. അത് 2013-ൽ 227 അവിടെ നിന്ന് സ്റ്റേബിൾ ആയിരുന്നു. പിന്നീട് ഇപ്പം എക്സ്പൊണൻഷ്യൽ ഇൻക്രീസ് കാണാൻ പറ്റും. 1349 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഫിക്സ്ഡ് അസറ്റ്. CWIP 47 കോടിയാണ്. അപ്പം ഈ ഒരു വർധനവ്, ഈ ഫിക്സ്ഡ് അസറ്റിലുള്ള വർധനവ് സ്വാഭാവികമായിട്ട് റവന്യൂ ആയിട്ട് മാറേണ്ടതാണ്. അത് കമ്പനി സെയിൽസ് കൂടുതലുണ്ടാക്കും ഈ ഒരു വർധനവ് കാരണം. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ 242 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനിയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അത് കുറഞ്ഞും കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ മെയിൻ ബിസിനസ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഫിക്സ്ഡ് അസറ്റിൽ നിന്നാണ്. അപ്പം അത് നമുക്ക് ഇവിടെ വർധനവ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനിയും മുന്നോട്ട് കമ്പനിയിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു ചെറിയ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 31% ഒക്കെ CAGR-ൽ ഇനിയും വളരണം കമ്പനി. ഇപ്പോൾ 26% CAGR വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു വളർച്ചയിൽ ഒരിക്കലും കോട്ടം വരരുത്. ഈ ഒരു വളർച്ച എത്രക്കാലം നീണ്ടു നിൽക്കുന്നോ അത്രക്കാലം കമ്പനിയിൽ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വളർച്ചയിൽ ഇടിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കയ്യിലുള്ള സ്റ്റോക്ക് വിൽക്കും. അങ്ങനെ ഈ കമ്പനിയിലുള്ള സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വരും. അഥവാ ഈ വളർച്ചയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയും കമ്പനി വളർന്നുകൊണ്ടേയിരിക്കും. ലോങ് ടൈമിൽ കമ്പനി വളരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം തൽക്കാലം ഇതൊരു എഗൈൻ പറയാണ്, ഇതൊരു സെൽ ഓർ ബൈ റെക്കമെൻഡേഷൻ അല്ല, പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.